ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നമ്മളെ കോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ പലപ്പോഴും പല സ്ത്രീകളോടും പറയാറുണ്ട്, നിങ്ങൾ സെൽഫ് ലവ് തീരെ ചെയ്യുന്നില്ല കേട്ടോ, കുറച്ചൊക്കെ നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനും നിങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കാനും തുടങ്ങും കേട്ടോ, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കുറേ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവും എന്നൊക്കെ പറയുമ്പോൾ അവർ സ്വാഭാവികമായിട്ട് നമ്മളത് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ എന്നെ തന്നെ മറന്ന് എനിക്കൊട്ടും പ്രാധാന്യം കൊടുക്കാഞ്ഞിട്ടാണ് ഇതുവരെയും എൻ്റെ മക്കളെയും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മാനെയും വാപ്പാനെയും ഒക്കെ നോക്കുന്നത്. ഇത്രയും ഞാൻ അവർക്ക് വേണ്ടി എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാഞ്ഞിട്ട് ഫുൾ ടൈം ഞാൻ അവർക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്തിട്ട് പോലും എനിക്ക് കിട്ടാത്ത, എൻ്റെ ജീവിതത്തിൽ ഇത് ഇത്രയും പ്രശ്നങ്ങളുണ്ട്, എനിക്ക് കിട്ടാത്ത സമാധാനവും സ്നേഹവും സ്വസ്ഥതയും ഒക്കെ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാനും കൂടെ തുടങ്ങിയ പിന്നെ അത് മതിയാവും എൻ്റെ കാക്കക്ക്, അല്ലെങ്കിൽ പിന്നെ അത് മതിയാവും എൻ്റെ വാപ്പാൻ്റെ വീട്ടുകാർക്ക്, ഹസ്ബൻഡിൻ്റെ വീട്ടുകാർക്ക്. ഇവരെന്നെ അതും പറഞ്ഞുകൊണ്ടായിരിക്കും കുത്തി നോവിക്കുന്നുണ്ടാവുക. അപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ പ്രശ്നങ്ങളല്ലേ ഉണ്ടാവുള്ളൂ, അല്ലാതെ അതിൽ എൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം ഉണ്ടാവുമോ? ഇങ്ങനെയുള്ള ആശങ്കകൾ കുറേ സ്ത്രീകൾ നമ്മുടെ അടുത്ത് പങ്കുവച്ചിട്ടുണ്ട്. അവരൊക്കെ നമ്മൾ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും ഇതേപോലെ തിങ്ക് ചെയ്തുകൊണ്ട് സെൽഫ് ലവ് ചെയ്യാൻ പേടിച്ചിരിക്കുന്ന കുറേ സ്ത്രീകൾ നിങ്ങളുടെ മുന്നിലുണ്ടാവൂലേ. അതുപോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തിനോ റിലേറ്റീവിനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെൽഫ് ലവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടാകാൻ പോകുന്ന 10 കാര്യങ്ങളാണ്, 10 നേട്ടങ്ങളാണ്. ഇതുവരെ ഉള്ള നിങ്ങളുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ എന്തോ ആവട്ടെ, നിങ്ങളിപ്പോൾ നിൽക്കുന്ന സാഹചര്യം എന്തോ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ പുറമെ നിങ്ങൾ ഇനി മുതൽ അങ്ങോട്ട്, ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ കുഴപ്പമില്ല, ഇനി മുതൽ അങ്ങോട്ട് നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്ന 10 നേട്ടങ്ങൾ അല്ലെങ്കിൽ 10 കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളോട് സെൽഫ് ലവ് ചെയ്യാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ തിരുത്തേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഇത് എൻ്റെ കൈയാണ്, എൻ്റെ കണ്ണാണ്, എൻ്റെ മൂക്കാണ്, അല്ലെങ്കിൽ എൻ്റെ ശരീരമാണെന്നൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ തന്നെ അതെൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ മകനാണ്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ എന്ന് പറയുന്നത് എൻ്റെ ഫാമിലിയാണ്. അതുകൊണ്ട് ഞാൻ അർഹിക്കുന്ന കുറേ സാധനങ്ങൾ എനിക്ക് റിട്ടേൺ തരണം. ഞാൻ പറയുന്നത് പോലെ എൻ്റെ കയ്യോ കാലോ കണ്ണോ മൂക്കൊക്കെ കേൾക്കണം എന്ന് വിചാരിക്കുന്നത് പോലെ തന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് വേണ്ടുന്ന സമാധാനം, സന്തോഷം, എനിക്ക് വേണ്ടുന്ന ആക്സെപ്റ്റൻസ്, ഇതൊക്കെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരും എനിക്ക് തരണം എന്നുള്ളത്. ഈ ഒരു എക്സ്പെക്റ്റേഷൻ എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ശരിക്കും ഇതൊക്കെ നമുക്കുള്ള ഗിഫ്റ്റാണ് അല്ലേ? നമ്മുടെ ശരീരം അള്ളാഹ് നമുക്ക് തന്നിട്ടുള്ള വെറും ഒരു ഗിഫ്റ്റ് മാത്രമാണ്, നമ്മുടെ ക്രിയേറ്റർ നമുക്ക് തന്നിട്ടുള്ള വെറും ഒരു ഗിഫ്റ്റാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ഒരു മൊമെൻറ്റ് വരും, നമ്മളിത് ഈ കൈ ഇങ്ങനെ പൊക്കണം എന്ന് വിചാരിച്ചാൽ നമുക്ക് പൊക്കാൻ സാധിക്കാത്തൊരു മൊമെൻറ്റ് വരും. നമ്മൾ സ്മെല്ല് ചെയ്യണമെന്ന് വിചാരിച്ചപ്പോൾ കോവിഡ് ടൈമിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, നല്ല ഭംഗിയുള്ള ഒരു റോസാപ്പൂ എടുത്ത് മണക്കുന്ന സമയത്ത് നമുക്ക് സ്മെല്ല് കിട്ടാതെ വരുന്നൊരു മൊമെൻറ്റ്. ഇതുപോലെ നമ്മുടെ ശരീരം പോലും ഒരു സമയത്ത് നമ്മൾ പറയുന്നത് കേൾക്കാതെ വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ പാർട്ട്ണറുടെ പാരൻസോ അല്ലെങ്കിൽ നമ്മുടെ മക്കളോ ഒക്കെ നമ്മൾ പറയുന്നത് അനുസരിക്കുന്നില്ല എന്നുള്ളത് നമ്മളെ ഇത്രമാത്രം വേദനിപ്പിക്കേണ്ട കാര്യമുണ്ടോ? ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടി പല കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ ബോഡിക്ക് വേണ്ടിയിട്ട് ജിമ്മിൽ പോകുന്നുണ്ടാവും, ഡെയിലി കുളിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടാവും, ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഫുഡൊക്കെ നമ്മൾ നല്ല ഫുഡൊക്കെ കഴിക്കുന്നുണ്ടാവും. ഇതെല്ലാം നമ്മൾ ചെയ്ത് പരിപാലിച്ച നമ്മുടെ ശരീരം തന്നെയാണ് ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ പറഞ്ഞത് അനുസരിക്കാതെ വരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ മറ്റുള്ള ബന്ധങ്ങളെന്ന് പറയുന്നത്. നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ ഇവർ തന്നെ ആയിരിക്കും ഒരു മൊമെൻറ്റിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ, നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ നമുക്ക് വേണ്ടി പ്രയത്നിക്കാതിരിക്കുക, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരാതിരിക്കുന്നുണ്ടാവും. അത് നമ്മളെ സ്വാഭാവികമായിട്ടും ഹേർട്ടാക്കും എന്നുള്ളതാണ്. അപ്പം നമ്മുടെ തോട്ടിൽ നമ്മൾ സെൽഫ് ലവ് ചെയ്യുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമ്മുടേതെന്ന് കരുതുന്ന കാര്യങ്ങളെ നമ്മൾ ജസ്റ്റ് പരിപാലിക്കുന്നുണ്ട്, ഇഷ്ടത്തോടെ പരിപാലിക്കുന്നുണ്ട്. റിട്ടേൺ എന്നുള്ളത് എന്തോ ആയിക്കോട്ടെ, കാരണം നമ്മളിപ്പോൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മുടെ ബോഡിക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന, നമ്മുടെ സോളിന് വേണ്ടി നമ്മൾ കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ പ്യുവർ ആവുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ നമ്മളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സോളിനെയാണ് ഫീഡ് ചെയ്യാൻ തുടങ്ങുന്നത്. സെൽഫ് ലവ് ചെയ്യുമ്പോൾ നമ്മൾ പ്രയറിൽ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ജിമ്മിന് പോകുന്നത്, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള ഹാപ്പി ഹോർമോൺസിനെ നമ്മൾ ഉൽപ്പാദിപ്പിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന, കൂടുതൽ ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു. സെൽഫ് ലവ് എന്ന് പറയുന്നത് കേവലം ഒന്ന് ജിമ്മിൽ പോകുന്നതോ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതോ നമസ്കരിക്കുന്നതോ അല്ലെങ്കിൽ സ്കിൻ കെയർ ഹെയർ കെയർ ചെയ്യുന്നതോ ഇത് മാത്രമൊന്നുമല്ല കേട്ടോ. കുറച്ച് സമയം നമ്മൾ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇഷ്ടമുള്ള ആളുകളുടെ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത്, ഇഷ്ടമുള്ള ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, ഈവൻ നമ്മൾ മിറർ ടോക്ക് ചെയ്യുന്നത് ഒക്കെ പലരെ സംബന്ധിച്ചിടത്തോളം ഈ സെൽഫ് ലവ് ഡിപ്പെൻസ് ആണ്. ഓരോരുത്തർക്കും ഓരോ പോലെയാണ്. സോ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ എന്താണോ അത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആത്മവിശ്വാസം വരും.
ഈ കോൺഫിഡൻസ് എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. കാരണം പലരിലും ഡിപ്പെൻഡൻ്റ് ആണ്. അതാണ് രണ്ടാമത്തെ കാര്യം. നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടും എന്നുള്ളത്. നമ്മൾ സെൽഫ് ലവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടും. കോൺഫിഡൻസ് കിട്ടുമ്പോൾ എന്താവും, ഇൻഡിപെൻഡൻസ് കിട്ടും. ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഹസ്ബൻഡ് എന്നെ നോക്കിയാലേ എന്താ പറയുക ഞാൻ ഹാപ്പി ആവുള്ളൂ, അല്ലേ? എൻ്റെ ഹസ്ബൻഡ് എനിക്ക് ആ സാധനം വാങ്ങിച്ചു തന്നാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, എൻ്റെ മക്കൾ ഞാൻ പറയുന്നത് കേട്ടാലേ ഞാൻ ഹാപ്പി ആവുള്ളൂ. ഈ കൈൻഡ് ഓഫ് തോട്ടൊക്കെ മാറിയിട്ട് ഞാൻ എൻ്റെ സെൽഫ് ഹാപ്പിയാണ്, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നാലേ ഹാപ്പിയാണ്, ഞാൻ ഒറ്റയ്ക്ക് ഷോപ്പിങ്ങിന് പോയാലേ ഹാപ്പിയാണ്, എന്തിന് ഞാൻ ഒറ്റയ്ക്ക് ഒരു കോഫി കുടിച്ചാൽ പോലും ഹാപ്പിയാണ് എന്നുള്ളൊരവസ്ഥയിലോട്ട് നമ്മൾ തനിയെ മാറും. നിങ്ങൾ നല്ല രീതിക്ക് പ്രേ ചെയ്യുന്ന അല്ലെങ്കിൽ നല്ല രീതിക്ക് മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളുകളോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും, അവർ സുജൂദിലൊക്കെ പോയിട്ട് ഞാൻ എൻ്റെ ക്രിയേറ്റർ മാത്രം എന്നുള്ളൊരവസ്ഥയിൽ അവർ നിൽക്കാറുണ്ട്. ആ ഒരു ടൈമിൽ അവർക്ക് കിട്ടുന്ന ഒരു പ്ലഷർ, ആ ഒരു പ്ലഷറിനെ ബീറ്റ് ചെയ്യാൻ തക്ക യാതൊരു പ്ലഷറും വേറെ ഒരു വ്യക്തിക്കും അവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് അവർ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. കാരണം നമ്മളെല്ലാവരും കൂടി ഇരിക്കുമ്പോൾ നമുക്ക് കിട്ടാത്തൊരു സമാധാനം നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു സാധനം അത് എപ്പോഴാണ് കിട്ടാൻ തുടങ്ങുക? സെൽഫ് ലവ് ചെയ്യുമ്പോൾ മാത്രമേ കിട്ടുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്തായിരിക്കും തോട്ടുണ്ടാവുക? അയ്യോ എൻ്റെ അമ്മായിയമ്മയുടെ ഡ്രസ്സ് അലക്കിയിട്ടില്ല, അയ്യോ ഇക്കാക്ക് വരുമ്പോഴേക്കും കറി ഉണ്ടാക്കിയിട്ടില്ല, ചോറ് ഉണ്ടാക്കിയില്ല, ഇങ്ങനെ കുറേ സാധനങ്ങളായിരിക്കും കയറി വരുന്നുണ്ടാവുക. അതിൻ്റെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആകും. കാരണം നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് ചെയ്താലേ ഹാപ്പി ആവും എന്നുള്ളത്. ഈ ഹാപ്പി ആവുന്നത് മൂന്നാമത്തെ പോയിന്റ് അതാണ്, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. നിങ്ങൾ എന്ത് കിട്ടിയാൽ ഹാപ്പി ആവും എന്നുള്ളൊരു കാര്യം നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് ഷെയർ ചെയ്യുന്നുണ്ടാവും. എനിക്ക് ഇന്ന കളർ ഡ്രസ്സ് വേണം, അതാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ഇന്ന ഫുഡ് വേണം, അതാണ് എനിക്കിഷ്ടം. ആ ഒരു ഫുഡിന് എന്നെ ഹാപ്പി ആക്കാനായിട്ട് സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോട് ഓപ്പണായിട്ട് പറയുമ്പോൾ പുള്ളിക്കൊരു ധാരണയുണ്ട്, ഓക്കെ ഈ സാധനം അവൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവളെ ഹാപ്പി ആയിരിക്കും, അപ്പോൾ എനിക്ക് അവളെ ഹാപ്പി ആക്കാൻ ഭയങ്കര ഈസിയാണ്. ആൾക്ക് കുറേ കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും. എന്താ പറയുക, ഇവൾക്ക് ഇത് കൊടുത്താൽ ഹാപ്പി ആവോ, അത് കൊടുത്താൽ ഹാപ്പി ആവോ, ഓരോ നേരത്തെ ഇവളുടെ മൂഡ് ഓരോ പോലെയാണല്ലോ, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങളുടെ മൂഡ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിന് മാത്രമല്ല, നിങ്ങളുടെ പാർട്ട്ണറോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെല്ലാം ഹോണസ്റ്റ് ആയിട്ടായിരിക്കും. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇഷ്ടമാണെന്നിരിക്കെ നിങ്ങൾക്ക് അതിനുള്ളൊരു സ്പേസ് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിങ്ങൾ വാങ്ങുന്നുണ്ടെന്നിരിക്കെ നിങ്ങൾ പറയുകയാണ്, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാൻ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ പുള്ളി മാനിക്കാനും അതുപോലെ തന്നെ പുള്ളിയുടെ ഇഷ്ടങ്ങൾ നിങ്ങൾ മാനിക്കാനും തുടങ്ങും. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇരിക്കുന്നതാണ് ഹാപ്പിനെസ്. അപ്പോൾ ആളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങുന്നതാണ് ഹാപ്പിനെസ് എങ്കിൽ അത് നിങ്ങളെ ബോധർ ചെയ്യില്ല. നിങ്ങൾ വിചാരിക്കും, ഓക്കെ ഞാൻ ഹാപ്പി ആണല്ലോ. നിങ്ങൾ ഹാപ്പി അല്ലാത്തതുകൊണ്ടാണ് നിങ്ങളുടെ പാർട്ട്ണറുടെ തടി ഉണ്ടാക്കുന്നത്. അതായത് നിങ്ങൾക്ക് വേറെ എവിടെ നിന്നും കിട്ടാത്ത ഹാപ്പിനെസ് നിങ്ങളുടെ പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് വേണം എന്നുള്ള വാശി പിടിക്കുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ഹാപ്പി അല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളെ ഹാപ്പി ആക്കുക എന്നുള്ളത് നിങ്ങളുടെ പാർട്ട്ണറുടെ റെസ്പോൺസിബിലിറ്റി ആക്കി നിങ്ങളോട് കൊടുത്തിരിക്കുകയാണ്. പലരും കൗൺസിലിങ്ങിന് വിളിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യമുണ്ട്, എൻ്റെ ഇക്കാക്ക എന്നെ പുറത്ത് കൊണ്ടുപോകില്ല, എൻ്റെ ഇക്കാക്ക ഞാൻ ചോദിച്ച സാധനങ്ങളൊന്നും എനിക്ക് വാങ്ങിച്ചു തരൂല, അല്ലെങ്കിൽ ഞാൻ പറയുന്നതൊന്നും പുള്ളി കേൾക്കൂല. ഈ ഒരു സാധനം ആക്ച്വലി നിങ്ങൾ ആളിൽ നിന്ന് തന്നെ ഇതൊക്കെ കിട്ടണം എന്നുള്ള ഒരു വാശി പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് ഈ സമാധാനം അവിടെ നഷ്ടപ്പെട്ടു പോകുന്നത്. പകരം എനിക്ക് റെഡ് കളർ ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ്, സോ ഞാൻ പോയി റെഡ് കളർ ചുരിദാർ വാങ്ങിക്കാനായിട്ട് പോവാണ്. എനിക്ക് ഇന്ന കളർ ഇന്ന ഫുഡ് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാനത് കഴിക്കാൻ പോവാണ്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കഴിച്ചാലും ഓക്കെയാണ്, മാറ്റർ അവിടെ ഫുഡാണ്. ഫ്രണ്ടിൻ്റെ കൂടെ കഴിച്ചാലും ഓക്കെയാണ്, ഈവൻ പാരൻസിൻ്റെ കൂടെ പോയി കഴിച്ചാലും ഓക്കെയാണ്, ഹസ്ബൻഡിൻ്റെ കൂടെ പോയി കഴിച്ചാലും ഓക്കെയാണ്. അപ്പം നമ്മുടെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ പേഴ്സൺസിലോട്ട്, കാരണം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് നമ്മുടെ ഹാപ്പിനെസ്സിനാണ്. നമ്മൾ കുറച്ച് സമയം നേച്ചർ എക്സ്പ്ലോർ ചെയ്യണം. അത് ഇക്കാക്കൻ്റെ കൂടെ എക്സ്പ്ലോർ ചെയ്താൽ മാത്രമേ ആ സന്തോഷം കിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ എന്താ ടോക്സിക് ആയിട്ട് പോകും അല്ലേ? നേരെ മറിച്ച് നിങ്ങൾ ആ നേച്ചർ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുടെ സന്തോഷം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾ അനുവദിക്കുന്നു. ആൻഡ് കുറച്ച് സമയം നിങ്ങൾ ഒരുമിച്ച് ചിലവഴിക്കുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയത്തിൽ ആൾ മൊബൈൽ എടുത്ത് നോണ്ടുന്ന പ്രശ്നം കുറഞ്ഞു കിട്ടും. മാത്രമല്ല ആൾ നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി മാറും. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും. പലരും പറയുന്ന ഒരു വിഷയം എന്താ വെച്ചാൽ ഹസ്ബൻഡിന് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത് ആളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ശരിയാവുന്നില്ല. കാരണം ചോറും കൂട്ടാനും വെച്ച കഥ മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ. ഹസ്ബൻഡിന് പുറത്ത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത് നിങ്ങൾ തമ്മിൽ കണക്റ്റ് ആവില്ല. അപ്പോൾ നിങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബോഡി ശ്രദ്ധിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹെൽത്തിനെ കുറിച്ച് പറയാം, നിങ്ങളുടെ സ്കിൻ കെയറിനെ കുറിച്ച് പറയാം, നിങ്ങളുടെ ഫ്രണ്ട്സിനെ കുറിച്ച് പറയാം, നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത സ്ഥലങ്ങളെക്കുറിച്ച് പറയാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടാവും. പിന്നെ സെൽഫ് ലവിൻ്റെ വേറൊരു ഭാഗമാണ് നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളത്. ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഹസ്ബൻഡ് ഇല്ലാണ്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഈ സെൽഫ് ലവിൻ്റെ ഒരു ഭാഗമാണ്. കാരണം നമ്മൾ എപ്പോഴൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ഒരാളുടെ കയ്യിൽ മുന്നിൽ പോയി കൈ നീട്ടുമ്പോഴും
സ്വാഭാവികമായിട്ട് അവിടെ ഹേർട്ട് ആവുന്ന ഒരു സാധനമുണ്ട് നമ്മുടെ ഈഗോ എന്ന് പറയുന്നത്. നമ്മൾ സെൽഫ് റെസ്പെക്റ്റ് തീരെ ഇല്ലാത്ത ഒരാളെ പോലെ നമുക്ക് തന്നെ നമ്മുടെ സെൽഫ് എസ്റ്റീം കുറഞ്ഞു പോകുന്നതായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ പലരും വിചാരിക്കുന്ന ഒരു കാര്യം ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്ന് പറയുമ്പോൾ പുറത്ത് പോയി ജോലി ചെയ്താലേ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാവും. അങ്ങനെയല്ല കേട്ടോ. നിങ്ങൾക്ക് ചെലവിന് ഇത്ര രൂപ വേണം എന്ന് പറഞ്ഞ് നിങ്ങളുടെ ബോസ് എന്ന പോലെ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് ക്യാഷ് വാങ്ങിക്കാം. നിങ്ങളുടെ മക്കളെ നോക്കുന്നതിന് നിങ്ങൾക്ക് ക്യാഷ് വാങ്ങിക്കാം. ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിന് നിങ്ങൾക്ക് ക്യാഷ് വാങ്ങിക്കാം. പുള്ളിയുടെ വീട്ടിൽ താമസിക്കുന്നതിന് നിങ്ങൾക്ക് ക്യാഷ് വാങ്ങിക്കാം. ഇതൊക്കെ പരിഗണിച്ച്, ഇതൊക്കെ ഒരു ജോലിയാണെന്ന് പരിഗണിച്ച് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എന്ത് പറയാം, എനിക്ക് മാസം ചെലവിന് ഇത്ര രൂപ ആവശ്യമുണ്ട്. വീട്ടിലെ ചെലവിന് മൊത്തത്തിലല്ല, നിങ്ങളുടെ സ്വന്തം ചെലവിന് ഇത്ര രൂപ ആവശ്യമുണ്ട്, അത് നിങ്ങൾ തരണമെന്ന് പറഞ്ഞ് ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് വാങ്ങിക്കാം. അത് നിങ്ങളുടെ അവകാശമായി എല്ലാ മന്തിലും ഒരു സാലറി ആയിട്ട് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഫൈൻ. അത് നിങ്ങൾക്ക് പുള്ളി തരാൻ വില്ലിങ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ഫൈൻഡ് യുവർ ഓൺ ജോബ്. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ജോലി കണ്ടെത്തുക, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കുക. ഇങ്ങനെ ഒരു ഫിനാൻഷ്യൽ, അതായത് പുറത്തൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഹസ്ബൻഡിൻ്റെ ഏർണിങ്സ് മാത്രമല്ലാതെ വേറൊരു ഏർണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, മുന്നേ വന്നൊരു ലൈവിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സ്ത്രീകൾ പലപ്പോഴും ഇപ്പോൾ കല്യാണം വേണ്ട അല്ലെങ്കിൽ കല്യാണം കഴിച്ചവർ ഡിവോഴ്സ് വേണമെന്നൊക്കെ പറയുന്നത് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിച്ചുകൊണ്ടല്ലേന്ന്. ഒരിക്കലല്ല. അവർക്ക് അവരുടെ വീട്ടിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സ്വാതന്ത്ര്യം കല്യാണം കഴിയുന്നതോടുകൂടെ നഷ്ടപ്പെടുന്നതുകൊണ്ടാണ്. എക്സാക്ട്ലി അതല്ലേ സംഭവിക്കുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെ പെർമിഷൻ വേണം, അമ്മായിയമ്മയുടെ പെർമിഷൻ വേണം, നാത്തുമാരുടെ പെർമിഷൻ വേണം. ഈ ഒരു 1000 പെർമിഷൻ കാത്തു നിന്നിട്ട് വേണം നമ്മളൊരു ഫ്രണ്ടിനെ കാണാൻ പോകണമെങ്കിൽ പോലും. നമ്മുടെ വീട്ടിലെ പ്രശ്നമില്ല, ഉമ്മ ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോവാണേ, ബൈ, അത് മതി. ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് പലപ്പോഴും വരുന്നതുകൊണ്ടാണ് ഈ കല്യാണം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ തന്നെ സ്ത്രീകൾ വെറുക്കുന്നത്. അറ്റ്ലീസ്റ്റ് അനുവദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ അവരെ അനുവദിക്കുക, ലെറ്റ് ദം ഡു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങൾ അവരെ ആ കാര്യങ്ങൾ അനുവദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ജോലി ചെയ്യാൻ അനുവദിക്കുന്ന സമയത്ത് അവർക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഒരിക്കലും സ്നേഹം കുറഞ്ഞു പോകില്ല കേട്ടോ. സ്നേഹം 10 ഇരട്ടി കൂടെ ചെയ്യുള്ളൂ. മറ്റുള്ളവരുടെ ഇടയിൽ അവർ റെസ്പെക്ട് ചെയ്യപ്പെടുന്നു, അവർ ആദരിക്കപ്പെടുന്നു. അതൊക്കെ നിങ്ങളുടെ ഭർത്താവ്, ഇപ്പോൾ ഞാൻ ഏതൊരു ഹൈറ്റ്സിൽ എത്തിയാലും സ്വാഭാവികമായിട്ടും ആളുകൾ പറയുക ബഷീറിൻ്റെ വൈഫ്, അങ്ങനെയാണ് പറയാം, ബഷീറിൻ്റെ വൈഫ് ആ ഒരു പൊസിഷനിൽ എത്തി. അതിന് പറയുമ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ അവിടെ ഉണ്ടാവും. അറ്റ്ലീസ്റ്റ് ആൾ എനിക്ക് തന്ന മനസ്സമാധാനമെങ്കിലും അതിനൊരു കാരണമായിരിക്കും. ഇനീഷ്യേറ്റീവ്സ് ഒന്നും എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും ആൾ എനിക്ക് തരുന്ന മനസ്സമാധാനം, അല്ലെങ്കിൽ നീ അത് ചെയ്തോ, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നീ ചെയ്തോ എന്ന് പറയുന്ന ആ ഒരു സാധനം ഉണ്ടല്ലോ, അത് തന്നെ വലിയൊരു കാര്യമായിരിക്കും. അവിടെ നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പോകുന്നത് നിങ്ങളുടെയും കൂടെ സ്വസ്ഥതയാണ്. സോ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഹസ്ബൻഡിന് ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആൾക്കൊരു ഫിനാൻഷ്യൽ ക്രൈസിസ് വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല ആൾക്ക് ഗിഫ്റ്റ്സ് കൊടുക്കാനായിട്ട് പറ്റും, സർപ്രൈസസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, മക്കൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് പറ്റും, മക്കളെ സർപ്രൈസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ കുറേ കാര്യങ്ങൾ നിങ്ങൾ സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ ജോബിന് അല്ലെങ്കിൽ ഒരു കരിയറിനെ കണ്ടെത്തുന്ന സമയത്ത് അവിടെ സംഭവിക്കും. അപ്പോൾ ഇങ്ങനത്തെ ഹെൽപ്പൊക്കെ നിങ്ങളുടെ ഹസ്ബൻഡിന് കിട്ടുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ആളുടെ റിയാക്ഷൻ? ഡെഫിനറ്റ്ലി ആൾ നിങ്ങളെ ഭയങ്കര രീതിയിൽ, വല്ലാത്ത രീതിയിൽ ഹെൽപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങുന്നതാണ്. അതിൻ്റെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ട്രിപ്സ് നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളും കൂടെ നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത പോയിന്റ് അതാണ്, ട്രിപ്സ് പ്ലാൻ ചെയ്യാനായിട്ട് പറ്റും. ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഹസ്ബൻഡ് ആണെങ്കിൽ ആളുടെ ഇഷ്ടത്തിന് നിങ്ങൾ ടൂർ പോകും. സാധാരണ അതാണല്ലോ അല്ലേ, നമുക്ക് ഈ ഒരു സ്ഥലത്തേക്ക് പോയാലോ ചിലപ്പോൾ വൈഫിന് തണുപ്പ് ഇഷ്ടമായിരിക്കും, ഹസ്ബൻഡിന് ഇഷ്ടം ഉണ്ടാവില്ല. ചിലർക്ക് മലയും കുന്നൊക്കെ ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ഈ പറഞ്ഞ പോലെ എന്താ പറയുക കാമായിട്ടിരിക്കുന്ന പാർക്കുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും, ഇങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന പാർക്കുകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ ഡിപ്പെൻസ് ആയിരിക്കും. അപ്പോൾ ഒരു ട്രിപ്പ് ഹസ്ബൻഡിൻ്റെ ഇഷ്ടത്തിന് പോകുന്ന സമയത്ത് അടുത്തൊരു ട്രിപ്പ് നിങ്ങളുടെ ഇഷ്ടം കൂടെ നിങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് ഇന്ന സ്ഥലത്തേക്ക് പോകണം എന്ന് പറയാനായിട്ട് പറ്റും. ആൻഡ് സെൽഫ് ലവിൻ്റെ ഭാഗമായിട്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു കാര്യം കൂടെ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ മറ്റുള്ള ആളുകൾക്ക് കൊടുക്കുന്ന ലവ് ആൻഡ് കെയർ അത് നിങ്ങൾ അൺകണ്ടീഷണലായിട്ട് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. തിരിച്ചും ആ ഒരു ലവ് അല്ലെങ്കിൽ ആ ഒരു കെയർ ഒക്കെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ സെൽഫ് ലവ് ചെയ്യുന്നത് ഒന്നുകൊണ്ടും ഒരു മോശം കാര്യമല്ല. പിന്നെ പലപ്പോഴും നമ്മൾ പരാതി പറയുന്നൊരു സാധനമുണ്ട്, എനിക്ക് നടുവേദനയാണ്, പാത്രം കഴുകാനായിട്ട് പറ്റുന്നില്ല, അല്ലെങ്കിൽ 30 വയസ്സിൽ തന്നെ ഞാൻ കിളവിയായി, 40 വയസ്സായപ്പോഴേക്കും തന്നെ എൻ്റെ കൂടെയുള്ളവരൊക്കെ ഇപ്പോഴും ചെറുപ്പക്കാരെ പോലെയാണ്, ഞാൻ മാത്രം ഇങ്ങനെ കിളവിയായിപ്പോയി, മക്കളെ കല്യാണം കഴിഞ്ഞിട്ടും എനിക്കൊരു സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ മക്കളെ കല്യാണം കഴിഞ്ഞിട്ടും ഞാൻ സന്തോഷം എന്താണെന്ന് അറിയുന്നില്ല. ഈ കൈൻഡ് ഓഫ് ടോക്കൊക്കെ വരുന്നത് നിങ്ങൾ സെൽഫ് ലവ് ചെയ്യാൻ മറന്നുകൊണ്ടാണ്. പലരും സ്വന്തമായിട്ട് ഞാൻ സ്നേഹിക്കണം എന്നുള്ളൊരു സാധനം റിയലൈസ് ചെയ്യുന്നത് പോലും 40-ലോ 45-ലോ ഒക്കെയാണ്. അപ്പോൾ ആ ഒരു ഏജിനൊക്കെ എത്തുന്നതിനേക്കാൾ മുന്നേ നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങളുടെ ആരോഗ്യത്തെ ശ്രദ്ധിക്കുക. പടച്ചോൻ തന്നിട്ടുള്ള നിങ്ങളുടെ മറ്റ് ബന്ധങ്ങൾ പോലെ തന്നെ അള്ള തന്നിട്ടുള്ള ഒരു ഗിഫ്റ്റാണ് നിങ്ങളുടെ ബോഡി.
നിങ്ങളുടെ മൈൻഡ്, ഇതൊക്കെ പഠിച്ച് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗിഫ്റ്റാണ്. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും താളം തെറ്റാവുന്ന ഒരു സാധനമാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഏത് സമയത്ത് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും താളം തെറ്റാവുന്ന ഒരു സാധനമാണ്. നമ്മുടെ ബന്ധങ്ങളും അതുപോലെ തന്നെയാണ്. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ കൂടെ നിൽക്കാനും നമ്മളിൽ നിന്ന് വിട്ടു പോകാനും ഒക്കെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. നത്തിങ് ഈസ് പെർമനൻറ്റ്. ഒന്നും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. സോ നിങ്ങളുടെ കയ്യിലുള്ളതിനെ നിങ്ങൾ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളുടെ ചുറ്റുമുള്ള മനുഷ്യരെ നിങ്ങൾ സ്നേഹിക്കുക, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ സ്നേഹിക്കുക. ആർക്ക് വേണേലും എപ്പോൾ വേണേലും കയറി വന്ന് വെച്ച് കീറി പിച്ച് പറിച്ചിട്ട് കളഞ്ഞു പോകാൻ പറ്റുന്ന ഒരു റോസാപ്പൂ അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ഒരു എക്യുപ്മെൻ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൊടുക്കാതിരിക്കുക. ഒരു നല്ലൊരു ഫ്ലവറാണ്, നിങ്ങളുടെ മനസ്സ് നല്ലൊരു ഫ്ലവറാണെന്ന് ഇരിക്കെ അത് ആർക്ക് വേണേലും വന്നിട്ട് പറിച്ച് ഇട്ടിട്ട് പോകാൻ പറ്റുന്ന ഒരു സാധനമാക്കി വെക്കാതിരിക്കുക. അത് നിങ്ങളുടേതാണ്, അതിനെ പരിപാലിക്കേണ്ടത് നിങ്ങളാണ്. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബോഡി, അത് നിങ്ങളുടേതാണ്, അതിനെ പരിപാലിക്കേണ്ടത് നിങ്ങളാണ്. സോ ഹെൽത്തി ആയിട്ടിരിക്കുക, ഒരു ഹെൽത്തിയർ മൈൻഡും ഹെൽത്തിയർ ബോഡിയും നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.